അങ്ങനെ ദേ സമയം 4:15 അപ്പോൾ ഒരു 4:30 ആകുമ്പോഴേക്കും അബിൻ തീ എത്തും കേട്ടോ. ഞാനാണെങ്കിൽ ഉച്ചയ്ക്ക് നന്നായിട്ടൊന്ന് ഉറങ്ങിപ്പോയിട്ടോ. അങ്ങനെ എണീറ്റും മുഖമൊക്കെ ഒന്ന് കഴുകി ആ ഒരു ഉറക്കക്ഷീണം വിടണമല്ലോ. അങ്ങനെ ദേ കിച്ചണിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ചായ ഉണ്ടാക്കാനുള്ള പ്ലാനാണ് കേട്ടോ. എന്നും കട്ടൻ ചായ ഉണ്ടാക്കാറില്ല. ഇന്ന് കുട്ടാട്ടൻ കടയിൽ നിന്ന് വന്നപ്പോൾ സമൂസ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ എണ്ണക്കടി എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ കട്ടൻ ചായയും കൂടെ കൂട്ടി കഴിക്കാനാണല്ലോ ഒരു രസം ഉണ്ടാവുക. അങ്ങനെ ഞങ്ങൾ ഇതേ ചായയൊക്കെ ഉണ്ടാക്കി സിറ്റൗട്ടിൽ വന്നിരുന്ന് കുടിക്കുകയാണ് കേട്ടോ. അപ്പോൾ കുട്ടാറിനാണെങ്കിൽ ലിയോനെ വിട്ടിട്ട് കുളിപ്പിക്കാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ചായ കുടിക്കുകയാണ് കേട്ടോ. ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, മിക്കവാറും വൈകുന്നേരം കട്ടൻ ചായക്കും പുഴുക്ക് എടുക്കേണ്ട അവസ്ഥയാണ് എന്നുള്ളത്. പക്ഷേ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ചായയും പുഴുക്കും കൂടെ കഴിക്കണം എന്നുള്ളത്. പക്ഷേ മക്കൾ സമ്മതിക്കാത്തത് കൊണ്ട് എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ കുട്ടാടെ കണ്ടറിഞ്ഞിട്ടാന്ന് തോന്നുന്നു ചായക്കടിയും കൊണ്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് കടയിൽ പോയി വന്നപ്പോൾ. അതിനിടയ്ക്ക് അല്ലു എന്തൊക്കെയോ വിക്രസ് കാണിക്കുന്നുണ്ട് കേട്ടോ, എന്തൊക്കെയോ പറയണമൊക്കെ ഉണ്ട്. ഏതായാലും ഞങ്ങളെ ചായ കൂടി അങ്ങനെ തകൃതിയിൽ നടന്നു. അത് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ താത്തേൻ്റെ വീട്ടിൽ ഇതേ ഒരു പൂച്ച ചത്തെടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ചത്തിട്ട് അങ്ങനെ ചീർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളത് കാണാൻ വേണ്ടി വന്നതാണ്. താത്തയാണെങ്കിൽ അവിടെ ഇല്ല, താത്തേൻ്റെ മോളെ വീട്ടിൽ പോയതാണ് കേട്ടോ. താത്ത അറിഞ്ഞിട്ടില്ല, ചിലപ്പോൾ മിക്കവാറും ഈ വീഡിയോ കാണുമ്പോഴായിരിക്കും താത്ത അറിയുന്നുണ്ടാവുക. അപ്പോൾ എന്തായാലും കുട്ടാട്ടൻ ഇങ്ങനെ കുഴിയൊക്കെ എടുത്തിട്ട് അതിനവിടെ മണ്ണിട്ട് മൂടിയിട്ടോ. അപ്പോൾ ഇപ്പം ഞാൻ കാണിച്ചു തരുന്നത് എന്താ വെച്ചാൽ ആ പൂച്ചയാണോ ഈ പൂച്ച എന്നുള്ളത് എനിക്ക് നല്ല ഡൗട്ടുണ്ട്. കാരണം തലേന്ന്, അതായത് ഇപ്പോൾ ചത്തതിൻ്റെ തലേന്ന് രാത്രി അവിടെ ഞങ്ങളെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലിയോ ആണെങ്കിൽ ഭയങ്കര കുരയായിരുന്നു അതിനെ കണ്ടപ്പോൾ. ഇനി ആ പൂച്ച തന്നെയാണോ ഈ പൂച്ച എന്നുള്ളത് കൺഫേം അല്ല കേട്ടോ. ഇതേ കളറുള്ള കുറേ പൂച്ചകളുണ്ട് അവിടെ. അപ്പോൾ ഞാനത് വെറുതെ ചുമ്മാ ഇങ്ങനെ പൂച്ച വന്നപ്പോൾ ഞാൻ വെറുതെ ഒന്ന് വീഡിയോ എടുത്തതായിരുന്നു കേട്ടോ. പിറ്റേന്നാണ് അവിടെ താത്താൻ്റെ വീട്ടിൽ അത് ചത്തെടുക്കുന്നത് ഞാൻ കണ്ടത്. അപ്പോൾ എന്തായാലും അതിനെ മണ്ണിട്ട് കുഴിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈവനിങ് വ്ളോഗ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. വീണ്ടും വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബായ്.